വലിയവനായ സർവശക്തനായ ദൈവത്തിൻ്റെ നാമം ഇന്നും എന്നേക്കും മഹത്വപ്പെടട്ടെ. ഈ വലിയവനായ ദൈവം തൻ്റെ കരുണയിൽ നമ്മെ രക്ഷിച്ചു, തൻ്റെ മക്കളാക്കി തീർത്തു. സ്വർഗത്തിൽ വിശ്വാസത്താൽ നമ്മെ ഇരുത്തി ഓരോ ദിവസവും ഈ മരുഭൂമിയിൽ കൂടെ നമ്മെ നടത്തിക്കൊണ്ടിരിക്കുന്നു. ദൈവം നമ്മെ രക്ഷിച്ചു. ഒരു കുഞ്ഞ് ജനിക്കുന്നത് പോലെ നാം ആത്മീയ ലോകത്തിൽ ജനിച്ചു. ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത് ഒരു കുഞ്ഞ് ഈ ലോകത്തിൽ വളരുന്നത് പോലെ ഓരോ ദിവസവും നമ്മൾ വളർന്നുകൊണ്ടേയിരിക്കണം. അതുകൊണ്ട് തന്നെ ദൈവം നമുക്ക് വളർച്ചയ്ക്കുള്ള സന്ദേശങ്ങൾ തരും. അപ്പോൾ ഈ വളർച്ചയ്ക്കുള്ള സന്ദേശങ്ങൾ തരുമ്പോൾ അതിനർത്ഥം നമ്മൾ വളർന്നിട്ടില്ല എന്നല്ല, നമ്മൾ വളർന്നതിനേക്കാൾ ഇനി മുൻപോട്ട് പോകാനുണ്ട്. അതുകൊണ്ട് ഒരു സന്ദേശം നമ്മൾ കേൾക്കുമ്പോൾ അതിൽ രണ്ട് കാര്യങ്ങൾ ആവശ്യമാണ്. ഒന്ന്, ഇത്രത്തോളം വളരാൻ ദൈവം എന്നെ സഹായിച്ചല്ലോ എന്നുള്ള നന്ദി, സ്തുതി. അതോടൊപ്പം തന്നെ ഇനിയും വളരേണ്ടത് ആവശ്യമാണെന്നുള്ള തിരിച്ചറിവിലുള്ള പ്രാർത്ഥന. ഇത് രണ്ടും നമുക്ക് ആവശ്യമാണ്. ചില ആളുകളെ സംബന്ധിച്ചുള്ളൊരു പ്രശ്നം, അവർക്ക് ഇനിയും വളരണമെന്നുള്ള അപേക്ഷ മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് എന്താ പ്രശ്നം എന്ന് വെച്ചാൽ അവരെപ്പോഴും നിരാശരാണ്. കാര്യം, കർത്താവേ, ഞാൻ ഒട്ടും വളർന്നിട്ടില്ല, ഇത്രയും നാൾ വചനം കേട്ടു, ഇത്രയും നാൾ പ്രാർത്ഥിച്ചു, ഇത്രയും വർഷങ്ങളായി. അങ്ങനെയല്ല, നമ്മൾ വളർന്നു, പക്ഷേ ക്രിസ്തുവിൻ്റെ തലയോളം വളരാൻ, അല്ലെങ്കിൽ ക്രിസ്തുവിൻ്റെ ആ പൂർണ്ണത പ്രാപിക്കാനുള്ള ലക്ഷ്യമാണ് ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് ഇനിയും മുന്നോട്ട് പോകണം. അപ്പോൾ ഈ രണ്ട് കാര്യങ്ങൾ നമുക്ക് ആവശ്യമാണ്. ഒന്ന്, ഇതുവരെയും വളരാൻ ദൈവം സഹായിച്ചു, അതിനുള്ള നന്ദി, സ്തോത്രം ദൈവത്തോട്. രണ്ട്, ഇനിയും എത്രയോ വളരാനുണ്ട് എന്നുള്ള ആ തിരിച്ചറിവ് പ്രാർത്ഥനയായി ദൈവസന്നിധിയിൽ വെക്കേണ്ടതും ആവശ്യമാണ്. ഇന്ന് അല്പസമയത്തെ വചനധ്യാനത്തിനായി യാക്കോബിൻ്റെ ലേഖനം 3-ാം അധ്യായത്തിൻ്റെ 13 മുതൽ 18 വരെയുള്ള ഭാഗമാണ് നമ്മൾ ചിന്തിക്കുന്നത്. എന്നാൽ പ്രാരംഭമായി അതിൻ്റെ 15-ാമത്തെ വാക്യം നമുക്ക് വായിക്കാം. യാക്കോബ് 3:15. ഇത് ഉയരത്തിൽ നിന്ന് വരുന്ന ജ്ഞാനമല്ല, ഭൗമികവും പ്രാകൃതവും പൈശാചികവുമായതത്രേ. ഒരു വിശ്വാസിയുടെ അല്ലെങ്കിൽ അവിശ്വാസിയുടെ പ്രത്യേകതകളിൽ ഒന്ന്, ഒരു വിശ്വാസിക്ക് ദൈവിക ജ്ഞാനം ലഭിക്കുന്നു, ഒരവിശ്വാസിക്ക് ഭൗമിക ജ്ഞാനമാണ്. എന്നാൽ ഇതൊരു പൊതുവായിട്ട് നമ്മൾ വേർതിരിച്ച് പറഞ്ഞതാണെങ്കിൽ പോലും ഒരു വിശ്വാസിക്കും ഈ രണ്ട് ജ്ഞാനങ്ങളുണ്ടാകാം. എന്താണ്? ഉയരത്തിൽ നിന്നുള്ള ജ്ഞാനം, അല്ലെങ്കിൽ സ്വർഗീയമായ ജ്ഞാനം, അല്ലെങ്കിൽ ദൈവത്തിൻ്റെ ജ്ഞാനം. രണ്ട്, ഭൗമികമായ ജ്ഞാനം, ദ വിസ്ഡം ഫ്രം എബവ് ആൻഡ് ദ വിസ്ഡം ഫ്രം ബിലോ. ഇത് വളരെ അടിസ്ഥാനപരമായ ഒരു കാര്യമാണ്. ഈ രണ്ട് ജ്ഞാനങ്ങൾ, ദ വിസ്ഡം ഫ്രം എബവ് ആൻഡ് ദ വിസ്ഡം ഫ്രം ബിലോ, ഉയരത്തിൽ നിന്നുള്ള ജ്ഞാനം, ഭൂമിയിൽ നിന്നുള്ള ജ്ഞാനം. നമുക്ക് അധികം പരിചയമുള്ളതും അധികം എളുപ്പമുള്ളതും നമ്മിൽ അധികം നിറഞ്ഞു ഇരിക്കുന്നതും ഉയരത്തിൽ നിന്നുള്ള ജ്ഞാനം അല്ല, ഭൗമിക ജ്ഞാനമാണ്. ഞാൻ പൊതുവായിട്ട് പറയുകയാണ്, എല്ലാവരുടെയും കാര്യത്തിൽ അങ്ങനെയല്ല. നമുക്ക് എളുപ്പത്തിൽ മനസ്സിലാകുന്നത് ഭൗമികമായ ജ്ഞാനമാണ്. അതുകൊണ്ടാണ് വഴിയിൽ നിൽക്കുന്ന ഒരാളെ വേറൊരാൾ ചീത്ത വിളിച്ചു, അയാളുടെ കരണക്കുറ്റിക്കൊരു അടി കൊടുത്തു, നമുക്കിത് വേഗം മനസ്സിലാകും. അയാൾ കാണിച്ച തോന്നിയവാസത്തിന് അയാൾക്ക് ശിക്ഷ കിട്ടി, അത് പെട്ടെന്ന് നമുക്ക് മനസ്സിലാകും. എന്നാൽ വഴിയിൽ നിൽക്കുന്ന ഒരാളെ വേറൊരാൾ ചീത്ത വിളിക്കുമ്പോൾ ഇയാൾ മൗനമായി നിൽക്കുന്നെങ്കിൽ നമുക്കത് മനസ്സിലാകത്തില്ല. അപ്പോൾ ഭൗമികമായ ജ്ഞാനം, ലോകത്തിൻ്റെ ജ്ഞാനം നമുക്ക് എളുപ്പത്തിൽ മനസ്സിലാകുന്നതാണ്, എളുപ്പം പരിചയമുള്ളതാണ്. എന്നാൽ ഒരു വിശ്വാസിയെ സംബന്ധിച്ച് ദൈവം ആഗ്രഹിക്കുന്നത് അവൻ ഉയരത്തിൽ നിന്നുള്ള ജ്ഞാനം പ്രാപിച്ച് അവൻ്റെ ജീവിതം രൂപാന്തരപ്പെട്ട് മുന്നോട്ട് പോകണം എന്നാണ്
ദൈവം ആഗ്രഹിക്കുന്നത്. രണ്ട് ജ്ഞാനങ്ങൾ, ഉയരത്തിൽ നിന്നുള്ള ജ്ഞാനവും ഭൗമിക ജ്ഞാനവും. ഭൗമിക ജ്ഞാനത്തിൻ്റെ പ്രത്യേകത അല്ലെങ്കിൽ സ്വഭാവ സവിശേഷത 14-15 വാക്യങ്ങൾ വായിക്കാം. എന്നാൽ നിങ്ങൾക്ക് ഹൃദയത്തിൽ കയ്പുള്ള ഈർഷ്യയും ശാഠ്യവും ഉണ്ടെങ്കിൽ സത്യത്തിന് വിരോധമായി പ്രശംസിക്കുകയും ഭോഷ്കു പറയുകയും അരുത്. ഇത് ഉയരത്തിൽ നിന്ന് വരുന്ന ജ്ഞാനമല്ല, ഭൗമികവും പ്രാകൃതവും പൈശാചികവുമായതത്രേ. ഈ ഭൗമികമായ ജ്ഞാനം എന്ന് പറയുമ്പോൾ അവിടെ ചില വാക്കുകൾ ഉപയോഗിക്കുകയാണ്. ഭൗമികമാണ്, അനാത്മികമാണ്, പൈശാചികമാണ്. എന്താണ് നമ്മിൽ? ഇത് ആരോടാ പറയുന്നത്? അവിശ്വാസികളോടല്ല പറയുന്നത്. യാക്കോബ് വിശ്വാസികളോട് പറയുകയാണ്, നിങ്ങളുടെ ജ്ഞാനം നിമിത്തം നിങ്ങൾക്ക് കടുത്ത അസൂയ, കലഹം ഉണ്ടെങ്കിൽ അതിനർത്ഥം നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന ജ്ഞാനം ഉയരത്തിൽ നിന്നുള്ള ജ്ഞാനമല്ല. നമുക്കറിയാം, ഒരു പ്രശ്നത്തിൻ്റെ മുൻപിൽ നമ്മൾ അകപ്പെടുമ്പോൾ, ഓഫീസിലായാലും വീട്ടിലായാലും നാട്ടിലായാലും പെട്ടെന്ന് ഉപദേശിക്കാൻ ഒരുപാട് ആളുകൾ വരും. വിട്ടുകൊടുക്കരുത്, തോറ്റു കൊടുക്കരുത്, അങ്ങനെ തുടങ്ങി അനേക ഉപദേഷ്ടാക്കന്മാർ ഉപദേശവുമായിട്ട് വരും. ആ ഉപദേശങ്ങൾ നമ്മൾ സ്വീകരിച്ച് അതിനനുസരണമായിട്ട് പ്രവർത്തിക്കുമ്പോൾ അത് ഉയരത്തിൽ നിന്നുള്ള ജ്ഞാനമാണോ ഭൗമികവും പൈശാചികവുമായ ജ്ഞാനമാണോ എന്നെങ്ങനെ അറിയാം? ആ ജ്ഞാനത്തിൽ നിന്ന് കടുത്ത അസൂയയും കലഹവുമാണ് ഉണ്ടാകുന്നതെങ്കിൽ അത് ഉയരത്തിൽ നിന്നുള്ള ജ്ഞാനമല്ല. അസൂയ, കലഹം, ഇത് പറയുമ്പോൾ നമ്മുടെ ജീവിതമൊന്ന് നമ്മൾ പരിശോധിച്ച്, നമ്മുടെയൊക്കെ ജീവിതത്തോട് ബന്ധപ്പെട്ട് അനേക സംഭവങ്ങൾ ഉണ്ടാകാറുണ്ട്. ഞാൻ വീട് വെച്ച സമയത്ത്, നിങ്ങൾ എൻ്റെ വീട്ടിൽ വന്നവർക്കറിയാം, ഒരു ഭാഗത്ത് കൂടെ ഒരു തോടൊഴുകുന്നുണ്ട്, ഒരു ചെറിയ കൈത്തോടൊഴുകുന്നുണ്ട്. അതിൻ്റെ മറ്റൊരു ഭാഗത്ത് റോഡാണ്. അപ്പം ഞാൻ വീട് കെട്ടുന്ന സമയത്ത് കുറച്ച് മണ്ണ് ഇടിച്ച് താഴ്ത്തിയിട്ടാണ്, ഒരു കുന്നായിരുന്നു, അതുകൊണ്ട് ഇടിച്ച് താഴ്ത്തി. അപ്പം ഞാൻ ഇടിച്ച് താഴ്ത്തുന്ന സമയത്ത് എൻ്റെ സ്ഥലത്ത് ഇടിച്ച് താഴ്ത്താൻ അന്നത്തെ നാട്ടിലുള്ള അവർ സമ്മതിച്ചില്ല, കുറച്ചുകൂടി സ്ഥലം വിടണമെന്ന് പറഞ്ഞ് അങ്ങനെ ഞാൻ സ്ഥലം വിട്ടു. അപ്പോൾ സ്ഥലം വിട്ട സമയത്ത് ഞാൻ പറഞ്ഞല്ലോ, ഈ സൈഡ് വഴിയാണ്, ആ വഴിയുടെ ഭാഗം വിട്ടു. അപ്പോൾ കൈത്തോടിൻ്റെ ഭാഗത്ത് അവരിന് വന്ന ഉപദേശം, സാറേ ഏതായാലും ഇവിടെ സ്ഥലം വിട്ടില്ലേ, ഈ തോട്ടിലേക്ക് നിങ്ങൾ എത്ര വേണ്ട ഇറക്കിയ സ്ഥലം എടുത്തു. എനിക്ക് ഉപദേശവുമായിട്ട് നാട്ടുകാർ വന്നു. അപ്പം നാട്ടുകാരുടെ ഉപദേശം ഞാൻ കേട്ടിട്ട് ഞാൻ ഈ തോട്ടിലേക്ക് ഇറക്കി മതിൽ കെട്ടി ഗവൺമെൻറ്റിൻ്റെ സ്ഥലം ഞാൻ കൈയടക്കിയിരുന്നെങ്കിൽ എനിക്ക് കുറച്ച് നാളത്തേക്കൊക്കെ ചില ഗുണങ്ങളൊക്കെ ഉണ്ടാകും. പക്ഷെ ചിലപ്പോഴെങ്കിലും ഞാൻ ഈ ചില ഗവൺമെൻറ് ജോലിക്കാരെ കുറേ വർഷത്തിന് ശേഷം ഏതെങ്കിലും ഒരു കേസിനോട് ബന്ധപ്പെട്ട് പിടിക്കുമ്പോൾ ഞാൻ എപ്പോഴും ഓർക്കും, അന്ന് വർഷങ്ങൾക്ക് മുമ്പ് അവർ ചെയ്തപ്പോൾ ഒരു പ്രശ്നവുമില്ലായിരുന്നു, അവർ ഓർത്തില്ല, എപ്പോഴെങ്കിലും ഇത് പിടിക്കപ്പെടുമെന്ന് ഓർത്തില്ല. അങ്ങനെ ഓർത്തിരുന്നെങ്കിൽ അവർ ചെയ്യുമായിരുന്നില്ല. അപ്പം ഞാൻ ഏതായാലും അതിന് നിന്നില്ല. അപ്പം ഞാൻ പറഞ്ഞത്, ഇതുപോലെ ഭൗമികവും പ്രാകൃതവുമായ ജ്ഞാനം നമുക്ക് പലരും പൊഴിച്ചു തരും. പക്ഷേ ആ പറഞ്ഞു തരുന്ന ആ ജ്ഞാനത്തിനനുസരിച്ച് നമ്മൾ പ്രവർത്തിക്കുമ്പോൾ അതിൻ്റെ റിസൾട്ടുകൾ എന്താണ്? കടുത്ത അസൂയ അല്ലെങ്കിൽ കലഹം. ഒരു സ്കൂളിൽ പഠിക്കുന്ന ഒരു കുഞ്ഞ്, ആ കുഞ്ഞ് ഒരു കൂട്ടുകാരിയോട് അവൾക്ക് അസൂയ ഉണ്ടാകുമെങ്കിൽ അവൾക്ക് അസൂയ ഉണ്ടാകാൻ കാരണമായി തീർന്ന ജ്ഞാനമുണ്ടല്ലോ, അത് ഉയരത്തിൽ നിന്നുള്ള ജ്ഞാനം അല്ല. കഴിഞ്ഞ ദിവസം ഞങ്ങളുടെ ഈ തിരുവനന്തപുരത്തുള്ള കൂട്ടായ്മയിൽ ഒരു സഹോദരി ഒരു സാക്ഷ്യം പറഞ്ഞു. ആ സാക്ഷ്യം പറഞ്ഞിങ്ങനെയാണ്, അവർക്കൊരു മകനുണ്ട്. വിവാഹം കഴിഞ്ഞ് 10 വർഷം കഴിഞ്ഞിട്ടാണ് അവർക്ക് കുഞ്ഞുണ്ടായത്. അതിനിടയിൽ ഒരു കുഞ്ഞ് ജനിച്ചു. ആ കുഞ്ഞ് ജനിച്ച് കുറച്ച് ദിവസം കഴിഞ്ഞ് മരിച്ചുപോയി. അതിനുശേഷം 10 വർഷങ്ങൾക്ക് ശേഷമാണ് ഈ കുഞ്ഞ് ജനിച്ചത്. അപ്പോൾ ഈ കുഞ്ഞിനെ വളരെയധികം താലോലിച്ചാണ് വളർത്തുന്നത്. അപ്പോൾ ഒരു ദിവസം
ഈ സഹോദരി ഒരു ദൈവദാസൻ്റെ അടുക്കൽ ചെന്ന് ചോദിച്ചു, എനിക്ക് എൻ്റെ ഒരു ആഗ്രഹം ഇതാണ്, എൻ്റെ പ്രാർത്ഥന ഇതാണ്, എൻ്റെ കുഞ്ഞ് എല്ലാ ക്ലാസ്സിലും ഒന്നാമതായി പാസ്സാകണം. അപ്പോൾ ഈ ദൈവദാസൻ എന്ന് പറയുന്ന ആൾ, അയാൾ കള്ളപ്രവാചകനല്ലാത്തതുകൊണ്ട് അയാൾ ഈ സഹോദരിയോട് ചോദിച്ചു, എന്തിനാണ് നിങ്ങളുടെ കുഞ്ഞ് എല്ലാ ക്ലാസ്സിലും ഒന്നാമതായി പാസ്സാകേണ്ടത്? അപ്പോൾ നമ്മളൊക്കെ പറയുന്ന പോലെ ഈ സഹോദരി പറഞ്ഞു, ദൈവനാമം മഹത്വപ്പെടാൻ. അപ്പോൾ ഈ ദൈവദാസൻ ചോദിച്ചു, യേശുവിൻ്റെ ശിഷ്യന്മാർക്ക് എത്ര വിദ്യാഭ്യാസമുണ്ടായിരുന്നു, എത്ര പേര് ഒന്നാമതായി പാസ്സായവരാണ്? അപ്പോൾ ഈ സഹോദരി പറഞ്ഞു, ആരും അങ്ങനെ ഒന്നാമതായി പാസ്സായവരല്ല, അവർക്ക് ഒരു വിദ്യാഭ്യാസമില്ലായിരുന്നു. അപ്പോൾ ഈ ദൈവദാസൻ ചോദിച്ചു, അവരിലൂടെ ദൈവനാമം മഹത്വപ്പെട്ടോ അവരിലൂടെ ദൈവനാമം അപമാനിക്കപ്പെട്ടോ? അപ്പോൾ ഈ സഹോദരി പറഞ്ഞു, അവരിലൂടെയൊക്കെ ദൈവനാമം മഹത്വപ്പെട്ടു. അപ്പോൾ ഈ സഹോദരിക്ക് എന്താണ് ഉദ്ദേശം? നമുക്കെല്ലാവർക്കും ഉള്ളതുപോലെ ആള് കളിക്കാനും പേപ്പറിൽ പരസ്യപ്പെടുത്താനും മറ്റുള്ളവരിൽ നിന്ന് ബഹുമാനം കിട്ടാനും അങ്ങനെ തുടങ്ങി അനേക ഭൗമികമായ കാര്യങ്ങൾക്ക് വേണ്ടിയാണ്. പക്ഷെ നമ്മൾ എടുക്കുന്നത് എന്തിനു വേണ്ടി എന്നാണ്? ദൈവനാമം മഹത്വപ്പെടാൻ. ഇതുപോലെയുള്ള അനേക ജ്ഞാനങ്ങൾ ലോകത്തിൽ നമുക്ക് കിട്ടുന്നുണ്ട്. ഈ ലോകത്തിൽ നിന്ന് കിട്ടുന്ന ജ്ഞാനം കൊണ്ട് എന്താ പ്രശ്നം? ഒരു കുഞ്ഞ് കഷ്ടപ്പെട്ട് പഠിക്കുകയാണ്, പക്ഷേ റിസൾട്ട് വന്നപ്പോൾ ആ കുഞ്ഞിന് 100-ൽ 80, അവളുടെ അടുത്തൊരു കൂട്ടുകാരിക്ക് 100-ൽ 90. അപ്പോൾ ആ കുഞ്ഞ് പ്രാർത്ഥിക്കുകയാണ്, ദൈവമേ എൻ്റെ കൂട്ടുകാരിക്ക് 100-ൽ 90 കിട്ടിയല്ലോ, സ്തോത്രം എന്നൊക്കെ പ്രാർത്ഥന നടക്കുമോ? ഒരു സന്തോഷവും ഇല്ല. എന്തു പറ്റി? ഒന്നുമില്ല, ഒന്നുമില്ല. പക്ഷെ എന്താ പ്രശ്നം? അസൂയ, കടുത്ത അസൂയ. ഈ അസൂയ എവിടെ നിന്നാണ് ഉണ്ടാകുന്നത്? അസൂയ ഉണ്ടാകുന്നത് ആഗ്രഹത്തിൽ നിന്നാണ്. അസൂയ ഉണ്ടാകുന്നത് ആഗ്രഹത്തിൽ നിന്നാണ്. ഈ അടുത്ത് മലയാളികളായ ചിലർക്കും ഈ ജ്ഞാനപീഠമൊക്കെ കിട്ടി. നമുക്ക് ആർക്കും അസൂയ ഉണ്ടായില്ലെന്നാണ് എൻ്റെ തോന്നൽ. കാരണം നമ്മൾ ആരും അത് ആഗ്രഹിക്കുന്നില്ല. കാരണം എന്തുകൊണ്ട് കിട്ടാൻ യാതൊരു സാധ്യതയില്ല. അപ്പോൾ എവിടെ നിന്നാണ് ഈ അസൂയ ഉണ്ടാകുന്നത്? ആഗ്രഹത്തിൽ നിന്നാണ്. അപ്പം കടുത്ത അസൂയ ഉണ്ടാകുന്നെങ്കിൽ അത് ഉയരത്തിൽ നിന്നുള്ള ജ്ഞാനം അല്ല. ഇവിടെ പറയുന്നത്, താഴെ പറയുന്നുണ്ട്, 17-ാമത്തെ വാക്യം ഒന്ന് വായിക്കാം. ഉയരത്തിൽ നിന്നുള്ള ജ്ഞാനമോ ഒന്നാമത് നിർമ്മലവും പിന്നെ സമാധാനവും ശാന്തതയും അനുസരണവുമുള്ളതും കരുണയും സൽഫലവും നിറഞ്ഞതും പക്ഷപാതവും കപടവും ഇല്ലാത്തതുമാകുന്നു. അതാണ് ഉയരത്തിൽ നിന്നുള്ള ജ്ഞാനം. അവിടെ അസൂയല്ല, ശാന്തത, സമാധാനം, കരുണ, സൽഫലം. നമുക്ക് ഭൗമികമായ ജ്ഞാനം കൊണ്ട് അസൂയ ഉണ്ടായ ഒരു വ്യക്തി, എനിക്ക് തോന്നുന്നത് നമ്മൾ വേറെ ഏതോ ക്ലാസ്സിലൊക്കെ അത് ചിന്തിച്ചാണെങ്കിലും ഒന്നുകൂടെ ഈ വിഷയത്തോട് ബന്ധപ്പെട്ട് നമുക്ക് നോക്കാം. 1 ശമൂവേൽ 18-ാം അധ്യായം. 1 ശമൂവേൽ 18-ാം അധ്യായം. ആ പശ്ചാത്തലം എന്ന് പറയുന്നത് ദാവീദും ശൗലും. ശൗല് നാട്ടിലെ രാജാവാണ്. നാട്ടിലെ രാജാവായി, രാജാവെന്ന് പറഞ്ഞ് ഇന്നത്തെ കാലത്തെ പ്രസിഡന്റ് പോലെയല്ല, പ്രൈം മിനിസ്റ്റർ പോലെയല്ല, രാജാവിന് എല്ലാ സ്വാതന്ത്ര്യങ്ങളും എല്ലാ അധികാരങ്ങളും ഉണ്ട്, സമ്പത്തുണ്ട്, സുഖസൗകര്യങ്ങളുണ്ട്. അങ്ങനെ എല്ലാം ഉള്ള ഒരു മനുഷ്യനായി ജീവിക്കുകയാണ് ശൗല്. പക്ഷേ അങ്ങനെയൊക്കെ ജീവിക്കുമ്പോഴും അവൻ്റെ ഉള്ളിൽ അവൻ ആഗ്രഹിക്കുന്ന ഉയരമെത്തിയിട്ടില്ല. അതിന് പറയും എംപ്റ്റിനെസ്, കുറച്ച് കുറവുണ്ട്, ശൂന്യതയുണ്ട്. ഇത് ശൗലിൻ്റെ കഥ പറയുമ്പോൾ ഞാൻ ശൗലിൻ്റെ കഥ പറയാനല്ല, നമ്മുടെ ജീവിതം നോക്കി. നമ്മുടെ കയ്യിൽ
ആവശ്യത്തിലധികം പണം വന്നിട്ടും നമുക്ക് ആവശ്യത്തിനുള്ള ഭക്ഷണമുണ്ടായിട്ടും നമുക്ക് ഉപയോഗിക്കാൻ വാഹനമുണ്ടായിട്ടും കിടക്കാൻ ഒരു ഭവനമുണ്ടായിട്ടും നിറവുണ്ടോ? നിറവെന്ന് പറഞ്ഞാൽ വയറ് നിറച്ച് സദ്യ കഴിച്ചു കഴിയുമ്പോൾ ഒരു ഏമ്പക്കം വിടുമല്ലോ. ആ ഏമ്പക്കം വിടുന്നവനെ വിളിച്ചിട്ട് ഒരു ബോട്ടിൽ ഐസ്ക്രീം കൊടുക്കുകയാണ്, അല്ലെങ്കിൽ ഒരു ബിരിയാണിയും കൂടി ഓഫർ ചെയ്യാൻ, അവൻ കഴിക്കൂ? ഇല്ല. ആ ഏമ്പക്കം എന്ന് പറഞ്ഞാൽ ഇനി സ്ഥലമില്ല. അങ്ങനെയുള്ളൊരു തൃപ്തി നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നുണ്ടോ എന്നുള്ളൊരു ചോദ്യം നമുക്ക് ആവശ്യമാണ്. ഇവിടെ ശൗല് രാജാവാണ്, സ്വത്ത് സമൃദ്ധിയായിട്ടുണ്ട്, അധികാരമുണ്ട്, സുഖസൗകര്യങ്ങളുണ്ട്, എല്ലാം ഉണ്ടായിട്ടും അത് നിറഞ്ഞിട്ടില്ല. അപ്പം നിറയാനുള്ളൊരു ആഗ്രഹം ഉള്ളിൽ കിടക്കുക. അപ്പോഴാണ് ആ നാട്ടിലെ ഒരു ബാലൻ, ഒരു ആട്ടിടയനായ ഒരു ബാലൻ ദാവീദ് വരുന്നത്. അപ്പോൾ ഈ പെണ്ണുങ്ങൾ പാട്ട് പാടിയപ്പോൾ ഇങ്ങനെ പാടി, ശൗൽ 1000 കൊന്നു, ദാവീദോ 10,000. ഇത് പാടിക്കേട്ടപ്പോൾ നിങ്ങളൊന്ന് ചിന്തിച്ചേ. ഞാൻ ഈ പറഞ്ഞതുപോലെ കുറച്ചും കൂടി മനസ്സിലാകുന്നത്, എനിക്ക് മാക്സിമം ഒരു ബിരിയാണി തിന്നാൻ പറ്റും, ഞാൻ 2 ബിരിയാണി കഴിച്ചു. അതായത് ഫുള്ളായി, വയറ് നിറഞ്ഞു. ഇനി എന്നിൽ ഒരു ബിരിയാണിക്കുള്ള ആഗ്രഹമുണ്ടോ? ഇവിടെ ശൗല് രാജാവായിട്ടും തനിക്ക് ഇനിയും ആഗ്രഹം ശേഷിക്കുന്നത് കൊണ്ട് എന്തു പറ്റി? ഈ ഒരു പാട്ട് കേട്ടപ്പോൾ എന്തു പറ്റി? അതിൻ്റെ 9-10 വാക്യങ്ങൾ. 1 ശമൂവേൽ 18:9-10. അന്നു മുതൽ ശൗലിന് ദാവീദിനോട് കണ്ണുകടി തുടങ്ങി. പിറ്റന്നാൾ ദൈവത്തിൻ്റെ പക്കൽ നിന്നുള്ള ദുരാത്മാവ് ശൗലിന്മേൽ വന്നു. അവൻ അരമനയ്ക്കകത്ത് ഉറഞ്ഞു പറഞ്ഞു. ദാവീദോ പതിവ് പോലെ കിന്നരം വായിച്ചുകൊണ്ടിരുന്നു. ശൗലിൻ്റെ കയ്യിൽ ഒരു കുന്തം ഉണ്ടായിരുന്നു. ഇത് പഴയ ട്രാൻസ്ലേഷനിൽ കുറച്ച് നമുക്ക് മനസ്സിലാകാത്ത ലാംഗ്വേജാണ്. അതിനേക്കാൾ എൻ്റെ സിമ്പിളായിട്ടുള്ള ലാംഗ്വേജ് ഇങ്ങനെയാണ്: അന്ന് മുതൽ ശൗലിന് ദാവീദിനോട് അസൂയ തുടങ്ങി. എപ്പോഴാണ് അസൂയ തുടങ്ങിയത്? തനിക്ക് തൃപ്തിയില്ല, തൻ്റെ ഉള്ളിൽ നിറവ് വന്നിട്ടില്ല. ഇനിയും കിട്ടണമെന്ന് ആഗ്രഹിക്കുന്ന ആരാണ്? ഇതൊന്നും ഇല്ലാത്തവനൊന്നുമല്ല. ആവശ്യത്തിലും അധികം കിട്ടി. എന്നിട്ടും ഇനിയും കിട്ടണമെന്നുള്ള ചിന്ത തൻ്റെ ഉള്ളിൽ ആഗ്രഹമുള്ളതുകൊണ്ട് ഒരു സംഭവത്തോടുള്ള ബന്ധത്തിൽ ഒരു വ്യക്തിയോട് തനിക്ക് കണ്ണുകടി തുടങ്ങി. അപ്പോൾ ഈ ശൗലിനുണ്ടായ ജ്ഞാനം എന്ത് ജ്ഞാനമാണ്? ഉയരത്തിലുള്ള ജ്ഞാനമല്ല, ഭൗമികവും പൈശാചികവുമായ ജ്ഞാനമാണ്. അതിൻ്റെ അടുത്ത വാക്യം പറയുന്നത്, പിറ്റേ ദിവസം ദൈവത്തിൻ്റെ പക്കൽ നിന്നുള്ള ദുരാത്മാവ് ശൗലിൻ്റെ മേൽ വന്നു. അസൂയയുടെ അപകടകരമായ ഒരു പരിണിത ഫലത്തെക്കുറിച്ച് നമ്മൾ ബോധവാന്മാരാകണം. എന്തിനാ അസൂയപ്പെടുന്നത്? ബ്രദറെ, വേറെ പണിയൊന്നുമില്ലല്ലോ, അതുകൊണ്ട് ഇങ്ങനെ വെറുതെ ഇരുന്ന് അസൂയപ്പെടുകയാണ്. അടുത്ത വീട്ടിലേക്ക് നമ്മുടെ കർട്ടൻ പതുക്കെ മാറ്റി നമ്മളിങ്ങനെ ഒളിഞ്ഞൊക്കെ നോക്കുമല്ലോ. ഞാൻ പലരുടെയും ജീവിതത്തിൽ കണ്ടിട്ടുണ്ട്. ഇങ്ങനെ ഒളിഞ്ഞു നോക്കി അസൂയപ്പെടുകയാണ്. അവൻ 1-ാം നില കെട്ടുന്നു, 2-ാം നില കെട്ടുന്നു, 3-ാം നില കെട്ടുന്നു. അവൻ്റെ വീട്ടിൽ 1 കാറ് വരുന്നു, 2 കാറ് വരുന്നു. ഇവിടെ സ്വസ്ഥതയില്ല, അസൂയ. എന്നിട്ട് ആർക്കാണ് അതുകൊണ്ട് പ്രയോജനം? സമാധാനമില്ല, സന്തോഷമില്ല, മുഖത്ത് വെളിച്ചമില്ല. എന്താ കാര്യം? അസൂയ. ഈ അസൂയ കയറിക്കഴിഞ്ഞപ്പോൾ, ശൗലിൻ്റെ മേൽ ദുരാത്മാവ് വന്നപ്പോൾ,
എന്താ ശൗല് ചെയ്തത്? 11-ാമത്തെ വാക്യത്തിൽ പറയുന്നത്, ദാവീദിനെ ചുമരോട് ചേർത്ത് കുത്തുവാൻ വിചാരിച്ചുകൊണ്ട് ശൗല് കുന്തമെറിഞ്ഞു. ദാവീദിനോട് ശൗലിന് അസൂയ. എന്താ കാര്യം? ശൗലിൻ്റെ ഉള്ളിൽ ആഗ്രഹമുണ്ട്. ആ ആഗ്രഹം തനിക്കല്ല കിട്ടിയത്, വേറൊരാൾക്ക് കിട്ടി. കിട്ടിയപ്പോൾ തനിക്ക് അസൂയ തുടങ്ങിക്കഴിഞ്ഞപ്പോൾ ദുരാത്മാവ്, നമ്മൾ ഈ ദുരാത്മാവ് എന്നൊക്കെ എന്തിനാണ് പറയുന്നത്? അവന് ദുരാത്മാവ് ബാധിച്ചു എന്നൊക്കെ പറയുന്നത്. ഇവിടെ അസൂയയെ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. ആ അസൂയ കൊണ്ട് നിറഞ്ഞിരിക്കുന്ന ആളെന്താ പറയുന്നത്? അയ്യോ, അവന് ദുരാത്മാവുണ്ട്, ഒരു ദൈവദാസനെടുത്ത് കൊണ്ടുപോയൊക്കെ പ്രാർത്ഥിക്കാൻ. ഇവിടെ അസൂയ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ദുരാത്മാവ് നിറഞ്ഞ, അസൂയ കൊണ്ട് നിറഞ്ഞ അവൻ്റെ മേൽ ദുരാത്മാവ് നിറഞ്ഞിട്ട് അവൻ ഈ ശൗല് ദാവീദിനെ കുത്താൻ കുന്തം എറിയുക. ഈ കുന്തം എറിയുമ്പോൾ എന്താ വേണ്ടത്? കുന്തം എറിയുമ്പോൾ ഉന്നം വേണം. ഉന്നം പിടിക്കണമെങ്കിൽ എവിടെ നോക്കണം? ഈ ആർക്കാണോ എറി കൊള്ളേണ്ടത് അവനെ നോക്കണം. വേറെ ഒന്നിനെയും നോക്കാൻ സമയമില്ല. രാജാവാണ്, ശൗല് രാജാവാണെന്ന് ഓർക്കണം. രാജാവിന് എന്തൊക്കെ കാര്യങ്ങൾ ചിന്തിക്കാനും പറയാനും പരിഹരിക്കാനും ഉണ്ട്. ഇപ്പം അതിനൊന്നും സമയമില്ല. കാര്യം എന്താണ്? തനിക്ക് ഉന്നം വേണം. ഉന്നം ആർക്കിട്ടെറിയ? തൻ്റെ ശത്രു എന്ന് ചിന്തിക്കുന്ന ദാവീദിനെ എറിയാൻ. ഇതെവിടെയാ തുടങ്ങിയത്? ഭൗമികമായ, പ്രാകൃതമായ, പൈശാചികമായ ജ്ഞാനം നമ്മെ ഉപദേശിച്ചു. ആ ജ്ഞാനത്തിൽ നിന്ന് അസൂയ ഉണ്ടായി. അല്ലെങ്കിൽ ആ ജ്ഞാനത്തിൻ്റെ അടയാളം അസൂയാണ്. അസൂയ മനുഷ്യൻ്റെ സ്വസ്ഥത കളഞ്ഞു. അവന് സൈക്കോസൊമാറ്റിക് ഡിസീസ് എന്ന് പറയും. അതായത് മാനസികമായ പ്രയാസങ്ങളിൽ നിന്നുണ്ടാകുന്ന ശാരീരിക രോഗങ്ങൾ, അതൊക്കെ വന്നു. ആകെ പ്രയാസമാണ്. എന്തൊരു എളുപ്പമാണ് അത് വിട്ടുകളഞ്ഞാൽ. ഇതൊക്കെ നമ്മൾ ചുമന്നുകൊണ്ട് നടക്കേണ്ടവരല്ല. അടുത്തുള്ള വീട്ടുകാരന് 2 നിലയോ 3 നിലയോ ഉണ്ടാകട്ടെ, അവന് 2 or 3 കാർ ഉണ്ടാകട്ടെ. പലപ്പോഴും ദേഷ്യം നമ്മൾ വെളിപ്പെടുത്തുന്നത് എങ്ങനെയെന്നറിയാം? ദേഷ്യം വെളിപ്പെടുത്തുന്നത് ഉപദേശമായിട്ടാണ്, തന്ത്രപൂർവമായിട്ടുള്ള വെളിപ്പെടുത്തൽ. കള്ള് കുടിച്ചാലുള്ള പ്രത്യേകത, കള്ള് കുടിക്കുമ്പോൾ നമ്മുടെ മേലുള്ള കൺട്രോൾ നമുക്ക് കുറയും. അതുകൊണ്ട് എന്ത് പറ്റും? എല്ലാം തുറന്നു പറയും. ഇന്നത്തെ പേപ്പറിലുണ്ട്, ഏതോ ഒരു സ്ഥലത്ത് വിഗ്രഹം മോഷ്ടിച്ച ആൾ കള്ള് കുടിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഉള്ള കാര്യം തുറന്നു പറഞ്ഞു, അയാളെ അറസ്റ്റ് ചെയ്തു എന്ന് പറഞ്ഞ് ഇന്നത്തെ പേപ്പറിലുണ്ട്. അപ്പോൾ തുറന്നു പറഞ്ഞു, കൺട്രോൾ നഷ്ടപ്പെട്ടു. അതാ കുറച്ചും കൂടി ബെറ്റർ. ഇത് കള്ളു കുടിക്കുന്ന കാര്യമല്ല ഞാൻ പറഞ്ഞത്, തുറന്നു പറയുന്നത്. പക്ഷേ തുറന്നു പറയാതെ നമ്മളെന്ത് ചെയ്യും? നമ്മൾ ഉപദേശമായിട്ട് നമ്മുടെ കോപം വെളിപ്പെടുത്തും. അതുകൊണ്ടാണ് യാക്കോബ് പറഞ്ഞത് 3-ാം അധ്യായത്തിൽ 1-ാമത്തെ വാക്യം ഒന്ന് വായിക്കാമോ? സഹോദരന്മാരെ, അധികം ശിക്ഷാവിധി വരും എന്നറിഞ്ഞ് നിങ്ങളിൽ അനേകർ ഉപദേഷ്ടാക്കന്മാർ ആകരുത്. ഫ്രീ ആയി ഉപദേശം കൊടുക്കപ്പെടും. നമുക്ക് ഒരു ബുദ്ധിമുട്ടുമില്ല ഉപദേശം കൊടുക്കാൻ. ഇവിടെ യാക്കോബ് പറയുകയാണ്, ഉപദേശം കൊടുക്കുന്നത് മോശമെന്നല്ല, അത് വളരെ ഗൗരവമുള്ള കാര്യമാണ്. കാരണം ഉപദേശിക്കുന്നവന് ശിക്ഷാവിധി അധികം വരും. അവൻ കോപത്തിൽ നിന്നാണോ അവൻ്റെ ഉപദേശം വരുന്നത്? ഭൗമികമായ ജ്ഞാനത്തിൽ നിന്നാണോ ഉപദേശം വരുന്നത്? അല്ല, ഈ ആരെയാണോ ഉപദേശിക്കുന്നത് അയാളോടുള്ള സ്നേഹത്തിൽ നിന്നും കരുണയിൽ നിന്നുമാണോ ഉപദേശം വരുന്നത്? അധികം പേർ ഉപദേഷ്ടാക്കന്മാരാകരുത്. ഫ്രീ ആയി ഉപദേശം കൊടുക്കപ്പെടുമെന്നുള്ള ബോർഡൊക്കെ നമ്മളെടുത്ത് മാറ്റണം. കാര്യം നമ്മൾ പലരും പലതിലും തെറ്റിപ്പോകുന്നു. യാക്കോബ് പറയുകയാണ്, അതുകൊണ്ട് ഗൗരവത്തോടെ കാണണം. ഉയരത്തിൽ നിന്നുള്ള ജ്ഞാനം ഒരുവനിൽ അസൂയല്ല ഉണ്ടാക്കുന്നത്, കലഹമല്ല ഉണ്ടാക്കുന്നത്. പിന്നെ ഉയരത്തിൽ നിന്നുള്ള ജ്ഞാനത്തിൻ്റെ സവിശേഷത എന്താണ്? അതാണ് 17-ാമത്തെ വാക്യത്തിൽ നമ്മൾ കാണുന്നത്. അത് ഒന്നാമത് നിർമ്മലമാണ്. ദൈവത്തിൽ നിന്ന് നമ്മൾ പ്രാപിക്കുന്ന ജ്ഞാനം അത്
നിർമ്മലമാണ്. നിർമ്മലമാണെന്ന് പറഞ്ഞാൽ മലിനമാക്കപ്പെടാത്തതാണ്, ശുദ്ധമാണ്. എവിടെയാണ് നമ്മൾ തെറ്റിപ്പോകുന്നത്? ദൈവം തരുന്ന ജ്ഞാനത്തിൽ. അതുകൊണ്ടാണ് ഞാൻ പല പ്രസംഗങ്ങളിൽ, പ്രത്യേകിച്ച് നമ്മുടെ ഈ കൂട്ടായ്മയിലുള്ളവരോട് പറയാറുണ്ട്, കാലം കഴിയും തോറും നിങ്ങളുടെ ഇപ്പോഴുള്ള നിഷ്കളങ്കത്വം വിട്ട് കളയരുത്. അത് നമുക്കറിയാം, ഒരു ഉറവയിൽ നിന്ന് വെള്ളം വരുമ്പോൾ ആ ഉറവയിൽ നിന്നാണ് നമ്മൾ വെള്ളം എടുക്കുന്നത്. അത് ഒഴുകി കുറേ കഴിയുമ്പോൾ അതിൽ പല മാലിന്യങ്ങളും വന്നു ചേരും. ദൈവത്തിൽ നിന്ന് വരുന്ന ജ്ഞാനം അത് നിർമ്മലമാണ്, മലിനമാക്കപ്പെടാത്തതാണ്. ദൈവം നമുക്കൊരു കാര്യം പറഞ്ഞു തരുമ്പോൾ അത് അതുപോലെ സ്വീകരിക്കണം. അതിൽ നമ്മുടെ ഭൗമികമായ ജ്ഞാനം നമ്മൾ ചേർക്കരുത്. ഇപ്പം നിങ്ങൾ ഈ പ്രസംഗം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങളുടെ ഉള്ളിൽ ദൈവം ഒരു വെളിച്ചം തരും. ഈ പ്രസംഗം നല്ല ഏതൊരു പ്രസംഗം, ശരിയായ പ്രസംഗം നിങ്ങൾ കേൾക്കുമ്പോൾ, അപ്പോൾ ആ മീറ്റിങ്ങിൽ പങ്കെടുക്കുമ്പോൾ അതിൽ യാതൊരു മാലിന്യമില്ല, അതുപോലെ നിങ്ങൾ സ്വീകരിക്കും. അത് കഴിഞ്ഞ് നമ്മുടെ ഈ കൂട്ടായ്മയ്ക്ക് അവസാനിച്ച് നമ്മൾ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഈ ജ്ഞാനത്തിൽ നമ്മൾ പലതും ആഡ് ചെയ്യാൻ തുടങ്ങും. ആ ജ്ഞാനത്തിൽ വെച്ച് നമ്മൾ ചില തീരുമാനങ്ങൾ എടുത്തു. അത് കഴിഞ്ഞ് ഈ മീറ്റിംഗ് കഴിയുമ്പോഴേക്കും നമ്മൾ അതിനോടുകൂടെ പല കാര്യങ്ങൾ കൂട്ടിച്ചേർക്കാൻ തുടങ്ങും. അപ്പോൾ നമ്മൾ അവിടെ എടുത്ത പല തീരുമാനങ്ങളും പിന്നെ പ്രവൃത്തിപഥത്തിൽ കൊണ്ടുവരാതെ അതൊഴിഞ്ഞു പോകും. ദൈവത്തിൽ നിന്നുള്ള ജ്ഞാനം അത് നിർമ്മലമാണ്, അൺപൊള്യൂട്ടഡാണ്. 2, അത് സമാധാനം ഉണ്ടാക്കുന്നതാണ്. നമ്മൾ നേരത്തെ കണ്ടല്ലോ, ശൗലിൻ്റെ കണ്ടല്ലോ. ശൗലിന് കിട്ടിയ ജ്ഞാനം അത് ഉയർത്തുന്ന ജ്ഞാനമല്ല, അതുകൊണ്ട് അവിടെ കലഹമുണ്ടായി. സമാധാനം ഉണ്ടാക്കാനുള്ള ഒരു വലിയ ശുശ്രൂഷ ദൈവം നമുക്കെല്ലാവർക്കും തന്നിട്ടുണ്ട്. സമാധാനം ഉണ്ടാക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തിൻ്റെ പുത്രന്മാരെന്ന് വിളിക്കപ്പെടും. കലഹമുണ്ടാക്കുന്ന ശുശ്രൂഷയ്ക്കല്ല ദൈവം നമ്മളെ വിളിച്ചിരിക്കുന്നത്, സമാധാനം ഉണ്ടാക്കുന്ന ശുശ്രൂഷയ്ക്ക്. 2 പേര് തമ്മിൽ തർക്കിക്കുമ്പോൾ ശരിയായ ജ്ഞാനമുള്ളവൻ, ഉയരത്തിലുള്ള ജ്ഞാനമുള്ളവൻ അനാവശ്യമായ തർക്കങ്ങളുടെ പുറകെ പോകത്തില്ല. പല കാരണങ്ങളുണ്ട്. 1, അവനറിയാം താൻ പറയുന്നത് ദൈവത്തിൻ്റെ വചനമാണ്, അത് തർക്കിച്ചുകൊണ്ട് യാതൊരു പ്രയോജനവുമില്ല. ഉയരത്തിലുള്ള ജ്ഞാനം പ്രാപിച്ചവന് അറിയാം, അതുകൊണ്ട് അവൻ തർക്കത്തിന് പോകുന്നില്ല. തർക്കിച്ചിട്ട് അദ്ദേഹത്തിനൊന്നും നേടണ്ട. സമാധാനമുണ്ടാക്കുക. വീട്ടിൽ, നാട്ടിൽ, ഓഫീസിൽ സമാധാനമുണ്ടാക്കുക എന്നുള്ള ശുശ്രൂഷ വീണ്ടും യാക്കോബ് എടുത്തു പറയുകയാണ്. 18-ാമത്തെ വാക്യം, എന്നാൽ സമാധാനമുണ്ടാക്കുന്നവർ സമാധാനത്തിൽ വിതച്ച് നീതി എന്ന ഫലം കൊയ്യും. ഞാനതൊരു ട്രാൻസ്ലേഷൻ ഉള്ളത് വായിക്കാം. ദോസ് ഹു ആർ പീസ് മേക്കേഴ്സ്, സമാധാനമുണ്ടാക്കുന്നവർ വിൽ പ്ലാന്റ് സീഡ്സ് ഓഫ് പീസ്. അവർ വിതയ്ക്കുന്ന വിത്ത് ഏതാണെന്നറിയാമോ? സമാധാനത്തിൻ്റെ വിത്ത് അവർ വിതയ്ക്കും. അങ്ങനെ അവർ ആ വിത്ത് വിതച്ചതുകൊണ്ട് ആൻഡ് റീപ്പ് എ ഹാർവസ്റ്റ് ഓഫ് ഗുഡ്നെസ്, അവരെന്ത് കൊയ്യും? നന്മ കൊയ്യും. ഉയരത്തിൽ നിന്നുള്ള ജ്ഞാനം പ്രാപിച്ചവർ, അല്ലെങ്കിൽ ഉയരത്തിലുള്ള ജ്ഞാനമാണ് അവർക്ക് കിട്ടിയതെങ്കിൽ അവർ വിതയ്ക്കുന്നത് അസമാധാനത്തിൻ്റെ വിത്തല്ല, സമാധാനത്തിൻ്റെ വിത്താണ്. സമാധാനത്തിൻ്റെ വിത്ത് വിതയ്ക്കുമ്പോൾ അവർ കൊയ്യുന്നത് നന്മയാണ്. അപ്പോൾ ഉയരത്തിൽ നിന്നുള്ള വരുന്ന ജ്ഞാനത്തിൻ്റെ ലക്ഷണം അത് സമാധാനം ഉള്ളതാണ്. പിന്നെ ശാന്തത, റെസ്റ്റ്. 2 ശാന്തത നമുക്ക് ആവശ്യമാണ്. 1 ഇൻറ്റേർണൽ ക്വൈറ്റ്നസ്, 2 എക്സ്റ്റേണൽ ക്വൈറ്റ്നസ്. 1 ആന്തരികമായ ശാന്തത, 2 ബാഹ്യമായ ശാന്തത. ആന്തരികമായ ശാന്തത നമുക്കില്ലെങ്കിൽ
ബാഹ്യമായ ശാന്തത ഒരിക്കലും നമ്മൾ പ്രതീക്ഷിക്കേണ്ട. ഞാൻ സമാധാനത്തെക്കുറിച്ച് എപ്പോഴോ പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഈ സമാധാനം എന്ന് പറയുന്നത് സാഹചര്യം ഉണ്ടാക്കുന്നതല്ല. സമാധാനം എന്ന് പറയുന്നത് എൻ്റെ മനസ്സിൻ്റെ ഒരു അവസ്ഥയാണ്. എനിക്ക് സമാധാനം നഷ്ടപ്പെടുന്നത് ആ വ്യക്തി വന്നപ്പോഴല്ല. നമ്മൾ പറയാറില്ലേ, ആ വ്യക്തി വന്നപ്പോൾ സമാധാനം പോയി. അല്ല, ആ വ്യക്തി വന്നപ്പോൾ എന്താ സംഭവിച്ചത്? എൻ്റെ ഉള്ളിലുള്ള അസമാധാനത്തെ പുറത്തു കൊണ്ടുവന്നേ ഉള്ളൂ. സമാധാനം എൻ്റെ മനസ്സിൻ്റെ ഒരു അവസ്ഥയാണ്. ഉയരത്തിൽ നിന്നുള്ള ജ്ഞാനം പ്രാപിക്കുമ്പോൾ അത് ഉയരത്തിലുള്ള ജ്ഞാനമാണെന്നുള്ള തെളിവ് അത് നിർമ്മലമാണ്, സമാധാനമുള്ളതാണ്, ശാന്തതയുള്ളതാണ്. പിന്നെ അനുസരണവും കരുണയും സൽഫലവും പക്ഷപാതവും കാപട്യവും ഇല്ലാത്തതാണ്. നമ്മൾ വാർത്ത കേൾക്കാൻ ഉത്സാഹമുള്ളവരാണ്. വാർത്ത കേൾക്കുന്നത് തെറ്റാണോ ശരിയാണോ? ഇത് തെറ്റാണോ ശരിയാണോ എന്നെങ്ങനെ അറിയാം? ഈ വാർത്ത കേട്ട് കഴിഞ്ഞപ്പോൾ എനിക്കെന്തുണ്ടാകുന്നു എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ്. ഈ വാർത്ത കേട്ടപ്പോൾ, ഇപ്പോൾ എക്സാമ്പിൾ, നമ്മുടെ പ്രൈം മിനിസ്റ്ററെ കുറിച്ചുള്ള ഒരു വാർത്ത നമ്മൾ കേൾക്കും. പിന്നെ മനസ്സിൽ ഭയങ്കര ദേഷ്യമാണ്. കുറച്ച് നാൾ നമ്മൾ കേട്ടതാണല്ലോ യൂട്യൂബിലൊക്കെ. ഇലക്ഷൻ അടുത്ത സമയത്ത് ഏതോ ഒരു സഹോദരി പ്രൈം മിനിസ്റ്ററിനെതിരെ പ്രാർത്ഥിച്ച പ്രാർത്ഥന യൂട്യൂബിൽ കൂടെ കേട്ട് അത് നാട്ടുകാരെ അവിശ്വാസികളെല്ലാം കേട്ട് ചിരിച്ചു. അപ്പോൾ ഈ ന്യൂസ് കേൾക്കുന്നത് തെറ്റാണോ ശരിയാണോ എന്നെങ്ങനെ അറിയാം? അതിലൂടെ എനിക്കുള്ളിൽ എന്തുണ്ടാകുന്നു? കടുത്ത അസൂയയും അസമാധാനവും ഒക്കെ ആണെങ്കിൽ എനിക്ക് ആ ന്യൂസിലൂടെ കിട്ടിയ ജ്ഞാനം എന്ത് ജ്ഞാനമാണ്? ഭൗമികവും പ്രാകൃതവുമായ ജ്ഞാനമാണ്. നമുക്ക് ആവശ്യം ഉയരത്തിൽ നിന്നുള്ള ജ്ഞാനമാണ്. ഒരു ഭാഗം കൂടെ നമുക്ക് ചിന്തിക്കാം. കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനം 1-ാം അധ്യായം അതിൻ്റെ 25 മുതൽ 31 വരെയുള്ള വാക്യം വായിക്കാമോ? ദൈവത്തിന്റെ ഭോഷത്വം മനുഷ്യരെക്കാൾ ജ്ഞാനമേറിയതും ദൈവത്തിന്റെ ബലഹീനത മനുഷ്യരെക്കാൾ ബലമേറിയതുമാകുന്നു. സഹോദരന്മാരെ, നിങ്ങളുടെ വിളിയെ നോക്കുവിൻ. ലോക അഭിപ്രായ പ്രകാരം ജ്ഞാനികൾ ഏറെയില്ല, ബലവാന്മാർ ഏറെയില്ല, കുലീനന്മാരും ഏറെയില്ല. ജ്ഞാനികളെ ലജ്ജിപ്പിപ്പാൻ ദൈവം ലോകത്തിൽ ഭോഷത്വമായത് തെരഞ്ഞെടുത്തു. ബലമുള്ളതിനെ ലജ്ജിപ്പിപ്പാൻ ദൈവം ലോകത്തിൽ ബലഹീനമായത് തെരഞ്ഞെടുത്തു. ഉള്ളതിനെ ഇല്ലായ്മയാക്കുവാൻ ദൈവം ലോകത്തിൽ കുലഹീനവും നികൃഷ്ടവുമായതും ഏതുമില്ലാത്തതും തെരഞ്ഞെടുത്തു. ദൈവസന്നിധിയിൽ ഒരു ജഡവും പ്രശംസിക്കാതിരിക്കേണ്ടതിന് തന്നെ. നിങ്ങളോ അവനാൽ ക്രിസ്തുയേശുവിൽ ഇരിക്കുന്നു. അവൻ നമുക്ക് ദൈവത്തിങ്കിൽ നിന്ന് ജ്ഞാനവും നീതിയും ശുദ്ധീകരണവും വീണ്ടെടുപ്പുമായി തീർന്നു. പ്രശംസിക്കുന്നവൻ കർത്താവിൽ പ്രശംസിക്കട്ടെ എന്ന് എഴുതിയിരിക്കുന്നത് പോലെ ആകേണ്ടതിന് തന്നെ. ദൈവത്തിൻ്റെ തെരഞ്ഞെടുപ്പിനെ കുറിച്ചാണ് നമ്മൾ വായിച്ചത്. ദൈവം തെരഞ്ഞെടുത്തത് ഭൗമികവും പ്രാകൃതവും പൈശാചികവുമായ ജ്ഞാനം കൊണ്ട് നിറഞ്ഞവരെ അല്ല. ദൈവം തെരഞ്ഞെടുത്തത് ജ്ഞാനം കുറഞ്ഞവരെയാണ്. അതല്ലേ നമ്മൾ വായിച്ചത്. ജ്ഞാനം കുറഞ്ഞവരെ തിരഞ്ഞെടുത്തു. പക്ഷെ നമ്മുടെ പ്രശ്നം എന്താണ്? നമ്മുടെ ദുഃഖം എന്താണ്? ദൈവമേ, എനിക്ക് ലോകത്തിലെ ജ്ഞാനം കുറവാണല്ലോ. ചില ആളുകൾ ബൈബിൾ കോളേജിൽ പോകും. നമ്മൾ എന്തൊക്കെ കാരണം പറഞ്ഞാലും, ആത്മാർത്ഥമായിട്ട് ബൈബിൾ കോളേജിൽ പോകുന്നവരെ കുറിച്ചല്ല ഞാനീ പറഞ്ഞത്, പലർക്കും ഈ ബൈബിൾ കോളേജിൽ പോയിട്ട് ജ്ഞാനം കിട്ടണമെന്നൊക്കെ ആഗ്രഹിച്ചാണ് പോകുന്നത്. പിന്നെ ജ്ഞാനം പോയിട്ട് അവർക്ക് ആവശ്യം ഡിഗ്രിയാണ്. ദൈവം ജ്ഞാനമില്ലാത്തവരെ തിരഞ്ഞെടുത്തു. എന്നിട്ട് എന്ത് ചെയ്തു? അവരിലുള്ള ആ എംപ്റ്റിനെസ്, അവരിൽ ജ്ഞാനമില്ല, ദൈവികമായ ജ്ഞാനം കൊണ്ട് അവരെ നിറച്ചു. അപ്പോൾ അവർക്ക് ഒരു പ്രത്യേകതയുണ്ട്. അവർക്ക് അസൂയയില്ല. എന്താ കാര്യം എന്നറിയാമോ? അവർക്ക് ലഭിച്ചതൊക്കെ ദൈവത്തിൻ്റെ ഔദാര്യമാണ് എന്നവർക്കറിയാം. അവരുണ്ടാക്കിയെടുത്തതല്ല. അവർക്ക് പ്രശംസിക്കാൻ അവരുടേതായ ഒന്നുമില്ല. അതുകൊണ്ട് അസൂയയില്ല. ദാനം കിട്ടിയ കാര്യം കൊണ്ട് നമ്മളാരും പ്രശംസിക്കാറില്ലല്ലോ. എനിക്ക് പഞ്ചായത്തിൽ നിന്നൊരു വീട് കിട്ടി, എന്നിട്ട് അടുത്ത പറമ്പിൽ ഒരു വീട് വെച്ചു. അപ്പോൾ എല്ലാവർക്കും കുറേ ഒരു വലിയ ബോർഡും വെച്ചിട്ടുണ്ടെന്ന് വിചാരിക്കുക. ഈ തമിഴ്നാട്ടിലൊക്കെ ആണെങ്കിൽ പണ്ട് ജയലളിത വീട് കൊടുത്തപ്പോൾ അതിന് മുമ്പിൽ ജയലളിതയുടെ ഫോട്ടോ വെക്കണമായിരുന്നു.
നമ്മുടെ കേരളത്തിൽ കുറവാണ്, എങ്കിലും ഒരു ബോർഡ് വെച്ച് നിന്ദിക്കുക. പഞ്ചായത്ത് സംഭാവനയായി കൊടുത്ത വീടെന്ന് വലിയ ബോർഡ് കൊണ്ട് നിന്ദിക്കുക. അഹങ്കരിക്കുമോ ഞാൻ? ഇല്ല. കാര്യം ബോർഡ് ഉള്ളിടത്തോളം കാലം എനിക്ക് അഹങ്കരിക്കാൻ പറ്റത്തില്ല. ആരും പ്രശംസിക്കാതിരിക്കേണ്ടതിന് തന്നെ ദൈവം നമുക്ക് നമ്മുടെ വിദ്യാഭ്യാസം നോക്കിയിട്ടല്ല, കഴിവ് നോക്കിയിട്ടല്ല, ജോലി നോക്കിയിട്ടല്ല, ഇവിടെ പറയുന്ന വാക്കെന്താണ്? ഭോഷത്വമായത്, ലോകത്തിൽ ഭോഷത്വമായത് തിരഞ്ഞെടുത്തു. എന്തിനു വേണ്ടി? ദൈവത്തിൻ്റെ ജ്ഞാനം കൊണ്ട് നിറയ്ക്കാൻ. എന്നിട്ട് പറയുകയാണ്, ആ ജ്ഞാനം ആരാണെന്നറിയാമോ? 30-ാമത്തെ വാക്യം, അവനാൽ നിങ്ങൾ ക്രിസ്തേശുവിലായിരിക്കുന്നു, ക്രിസ്തേശു നമുക്ക് ദൈവത്തിൽ നിന്നുള്ള ജ്ഞാനവും നീതിയും ശുദ്ധീകരണവും വീണ്ടെടുപ്പുമായി തീർന്നു. യേശുവുമായിട്ടുള്ള ബന്ധമാണ് ഉയരത്തിൽ നിന്നുള്ള ജ്ഞാനം. യേശുവിനെ എത്രമാത്രം വിധേയപ്പെടുന്നോ, യേശുവിനെ എത്ര സ്നേഹിക്കുന്നോ, യേശുവിനെ എത്ര അനുസരിക്കുന്നോ, യേശുവിനെ എത്ര കേൾക്കുന്നോ, അത്രയും യേശു നമ്മിൽ നിറയും, അത്രയും നമ്മിൽ ഉയരത്തിലുള്ള ജ്ഞാനം കൊണ്ട് നിറയും. അവൻ നമുക്ക് ദൈവത്തിൽ നിന്നുള്ള ജ്ഞാനവും നീതിയും ശുദ്ധീകരണവും വീണ്ടെടുപ്പുമായി തീർന്നു. ബൈബിൾ കോളേജിലുള്ള ഡിഗ്രിയോ ക്വിസ് കോമ്പറ്റീഷന് നിങ്ങളുടെ ജയമോ എത്ര വാക്യം നിങ്ങൾക്ക് കാണാതെ അറിയാമെന്നുള്ളതോ ഒന്നുമല്ല നിങ്ങളുടെ ഉയരത്തിൽ നിന്നുള്ള ജ്ഞാനം. ക്രിസ്തു നിങ്ങളിൽ എത്ര നിറഞ്ഞിരിക്കുന്നു, ക്രിസ്തു എത്ര നിങ്ങളിൽ വെളിപ്പെടുന്നു, ക്രിസ്തുവിന് എത്ര വിധേയപ്പെടുന്നു, ക്രിസ്തുവിന് എത്ര കേൾക്കുന്നു, ക്രിസ്തുവിനോട് നിങ്ങൾ എത്ര അനുസരണമുള്ളവരായിത്തീരുന്നു, അതാണ് ജ്ഞാനം. ക്രിസ്തു നമുക്ക് ദൈവത്തിൽ നിന്നുള്ള, പിതാവിൽ നിന്നുള്ള ജ്ഞാനമായിരിക്കുന്നു. അതിൻ്റെ പരിണിത ഫലം എന്താണ്? നിങ്ങൾക്ക് നാളെ വളരെ നല്ല നിലയിൽ ദൈവത്തിൻ്റെ വചനം ശുശ്രൂഷിക്കാൻ, പഠിപ്പിക്കാൻ ദൈവം ഒരു കൃപ തന്നിരിക്കട്ടെ. ഉയരത്തിൽ നിന്നുള്ള ജ്ഞാനത്തിൽ നിന്നാണത് ഉണ്ടായതെങ്കിൽ 31-ാമത്തെ വാക്യം, പ്രശംസിക്കുന്നവൻ കർത്താവിൽ പ്രശംസിക്കട്ടെ എന്ന് എഴുതിയിരിക്കുന്നത് പോലെ ആകേണ്ടത് തന്നെ. അവനിലുണ്ടാകുന്ന പ്രശംസ കർത്താവിലാണ്. എന്നാൽ ദുഃഖകരമായൊരു കാര്യം, രക്ഷിക്കപ്പെട്ട കാലത്ത് പല കൃപകളും ഉപയോഗിക്കാതിരിക്കുന്ന കാലത്ത് അന്ന് ഉണ്ടായിരുന്ന താഴ്മയല്ല, പിന്നീട് പല കൃപാവരങ്ങളും ജീവിതത്തിലൂടെ വെളിപ്പെടാൻ തുടങ്ങുമ്പോൾ അനേക ദൈവമക്കൾ, അനേക ദൈവദാസന്മാർ പരാജയപ്പെടുന്നത് അവിടെയാണ്. അത് ദൈവിക ജ്ഞാനമല്ല, ഉയരത്തിലുള്ള ജ്ഞാനമല്ല, അത് ഭൗമികവും പൈശാചികവുമായ ജ്ഞാനമാണ്. അങ്ങനെ സംഭവിക്കരുത്. ജ്ഞാനം കൂടുന്തോറും വിനയം കൂടും. കാര്യം എന്താ? ക്രിസ്തു കൂടുതൽ നിറയും, ക്രിസ്തു കൂടുതൽ നിറയും. ഒരു ഗ്ലാസ്സിലേക്ക് വെള്ളം എത്ര നിറയുമോ അത്രയും അതിലുള്ള വായു കുറയും. അങ്ങനെയല്ലേ? വെള്ളം നിറയും തോറും വായു കുറയും. ഇതുപോലെ ക്രിസ്തു നിറയും തോറും സ്വയം കുറയും, സ്വയം കുറയും. അവിടെ അവൻ്റെ പ്രശംസ ക്രിസ്തുവിലായിരിക്കും. അവന് ദൈവം കൃപാവരങ്ങൾ കൊടുക്കുകയും അനേകർ അവനെക്കുറിച്ച് അറിയുകയും അനേകർ അവൻ്റെ ശുശ്രൂഷയിലൂടെ ദൈവത്തെ മഹത്വപ്പെടുത്തുകയൊക്കെ ചെയ്യുമ്പോൾ ഇവൻ ഉയരത്തിലുള്ള ജ്ഞാനം പ്രാപിച്ചിരിക്കുന്നവനായതുകൊണ്ട്, അല്ലെങ്കിൽ ആണെങ്കിൽ, അവൻ്റെ പ്രശംസ ക്രിസ്തുവിലായിരിക്കും. അവിടെ അവൻ ഉപദേശിക്കും. നമ്മൾ നേരത്തെ വായിച്ചില്ല, നിങ്ങളിൽ അധികം പേർ ഉപദേഷ്ടാക്കന്മാരാകരുത്. അവൻ ഉപദേശിക്കുന്നത് നേരത്തെ പറഞ്ഞ പോലുള്ള ഉപദേശമല്ല. നമ്മളൊരു 5 പേര് കൂടിയിരിക്കുകയാണ്. അപ്പോൾ എല്ലാവരും ഓരോ അഭിപ്രായങ്ങളൊക്കെ ഇങ്ങനെ പറയാൻ. അപ്പോൾ ബിജു സോറിൻ്റെ അഭിപ്രായം പറഞ്ഞില്ലെങ്കിൽ, അതായത് ഇപ്പോൾ
നമ്മുടെ പാർലമെൻ്റ് ഒരു തീരുമാനമെടുത്തു. ആ തീരുമാനം നമുക്ക് മനസ്സിലായിട്ടില്ല എങ്കിൽ പോലും ഒരു അഭിപ്രായം പറയും. അപ്പോൾ 5 പേര് കൂടി 4 പേര് അഭിപ്രായം പറഞ്ഞു. ബിജു സഹോദരൻ അഭിപ്രായം പറഞ്ഞില്ലെങ്കിൽ ബിജു സഹോദരൻ എന്ത് തോന്നും? ഒന്ന് പറഞ്ഞേ, ഒന്ന് അത് ഓൺ ചെയ്തിട്ട് പറഞ്ഞേ, എന്ത് തോന്നണം? അവിടെ മുമ്പിൽ ഒന്നും പറയാൻ പറ്റാത്തതുകൊണ്ട് നമുക്ക് പ്രശംസിക്കാൻ പറ്റിയില്ലല്ലോ ആ, ഞാനും കൂടി ഒരു അഭിപ്രായം, എനിക്ക് ഈ സംഭവം മനസ്സിലായിട്ടേ ഇല്ല. ഏത് ഇപ്പോൾ ഓക്കെ, അവരെടുത്ത തീരുമാനം എന്താണെന്ന് മനസ്സിലായില്ല എങ്കിലും ഞാനും ഒരു അഭിപ്രായം പറയും. പറഞ്ഞില്ലെങ്കിൽ ഞാൻ കൊച്ചാവും, ഞാൻ ഉപദേശിച്ചില്ലെങ്കിൽ കൊച്ചാവും. ഒരിക്കലും ഒരു പാരൻ്റ്, ഞാൻ ഉദാഹരണം പറയുകയാണ്, പാരൻ്റ് എന്നോട് പറയുകയാണ്, ബിജു ബ്രദറെ അവൻ അങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തു, ബിജു ബ്രദറിൻ്റെ അഭിപ്രായം എന്താ? അപ്പോൾ എനിക്കൊരു ചിന്തയുണ്ട്, എന്തുകൊണ്ട് എന്നോട് അഭിപ്രായം ചോദിച്ചത്? ഞാൻ ഏതോ സംഭവമായതുകൊണ്ടാണ് എന്നോട് അഭിപ്രായം ചോദിച്ചത്. അപ്പം ഞാൻ അഭിപ്രായം പറഞ്ഞില്ലെങ്കിൽ കൊച്ചാവും. നിങ്ങളിൽ അധികം പേർ ഉപദേഷ്ടാക്കന്മാരാകരുത്. ഈ കൊച്ചാകുന്ന പ്രശ്നം പരിഹരിക്കാൻ വേണ്ടിയൊന്നുമല്ല ഉപദേശം പറയേണ്ടത്. നമ്മൾ ഗൗരവത്തോടെ മനസ്സിലാക്കണം, ഇതൊന്നും കളിയല്ല, നമുക്കൊക്കെ നിസാരമാണ്. ഞങ്ങളുടെ നാട്ടിൽ പണ്ട് ഒരു കള്ളനെ പിടിച്ച് കെട്ടിയിട്ടേക്കുക, വെറുതെ പോകുന്നവനൊരു അടി കൊടുത്തിട്ട് പോവുക. അതുപോലെ വെറുതെ പോകുന്നവനും ഒരു ഉപദേശം ഫ്രീ ആയിട്ട് കൊടുത്തിട്ട് പോവുകയാണ്. നിങ്ങളിലധികം പേർ ഉപദേഷ്ടാക്കന്മാർ ആകരുത്. ഈ വലിയവനായ സർവജ്ഞാനിയായ ദൈവം തിരഞ്ഞെടുത്തത് അല്പമായ ഭോഷന്മാരായ, ലോകത്തിൻ്റെ ചിന്താഗതി പ്രകാരം ജ്ഞാനികളല്ലാത്ത നമ്മെ തിരഞ്ഞെടുത്തിട്ട് ഉയരത്തിലുള്ള ജ്ഞാനം കൊണ്ട് നമ്മളെ നിറയ്ക്കുക. എന്നാൽ നമുക്കുള്ള ജ്ഞാനം ഉയരത്തിലുള്ള ജ്ഞാനമാണോ എന്നെങ്ങനെ അറിയാം? അത് നിർമ്മലമാണ്, സമാധാനപരമാണ്, ശാന്തത ഉണ്ടാക്കുന്നതാണ്, അനുസരിക്കുന്നതാണ്, കരുണയും സൽഫലവും ഉണ്ടാക്കുന്നതാണ്. എന്നാൽ അത് ഉയരത്തിൽ നിന്നുള്ള ജ്ഞാനമല്ലെങ്കിൽ അത് ഉണ്ടാക്കുന്നത് എന്തൊക്കെയാണ്? അസൂയ, കലഹം, തർക്കം. പ്രിയ ദൈവമക്കളെ, നമ്മൾ എത്രയോ ഭാഗ്യവാന്മാരാണ്. ഈ ലോകത്തിലെ അനേകരുടെ പ്രയാസം, ലോകത്തിൻ്റെ പ്രയാസം എന്ന് പറഞ്ഞാൽ പോലും അവർക്ക് എങ്ങോട്ട് പോകണമെന്നുള്ള ജ്ഞാനമില്ല, വഴിയറിയില്ല. മുന്നോട്ട് എങ്ങനെയാണ് അവർ ജീവിച്ചു പോവുകയാണ്. സത്യത്തിലേക്കുള്ള പാത എന്താണെന്ന് അവർക്കറിയില്ല, രക്ഷയ്ക്കുള്ള പാത അവർക്കറിയില്ല. എന്നാൽ വലിയവനായ ദൈവം നമ്മോട് കരുണ കാണിച്ചു. ആ ജ്ഞാനം കൊണ്ട് നമ്മൾ നിറയട്ടെ, ക്രിസ്തു നമ്മിൽ നിറയട്ടെ. ആ ജ്ഞാനം നമ്മിൽ നിറയുമ്പോൾ നമ്മുടെ പ്രശംസ ക്രിസ്തുവിലായിരിക്കും. കർത്താവിൻ്റെ നാമം നമ്മുടെ ചിന്തയിൽ, വാക്കിൽ മാത്രമല്ല ചിന്തയിൽ പോലും ആരാധിക്കപ്പെടട്ടെ, സ്തുതിക്കപ്പെടട്ടെ. സർവജ്ഞാനിയായ ദൈവത്തിൻ്റെ നാമം ഇന്നും എന്നേക്കും മഹത്വപ്പെടട്ടെ. ദൈവിക ജ്ഞാനം കൊണ്ട് നിറഞ്ഞവരായി, ഉയരത്തിലുള്ള ജ്ഞാനം കൊണ്ട് നിറഞ്ഞവരായി മുന്നോട്ട് പോകുവാൻ, വളരുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ വാക്കുകൾ നിർത്തുന്നു. വിഴലുപോൽ മാറും കാണുവതെല്ലാം, തീ കൊണ്ടുപോകും കാത്തതെല്ലാം, ദ്രവ്യാഗ്രഹത്തിൻ നാശവഴി വിട്ടൊഴിഞ്ഞിടണം നാം നിത്യതയ്ക്കായി. വിഴലുപോൽ മാറും കാണുവതെല്ലാം, തീ കൊണ്ടുപോകും കാത്തതെല്ലാം, ദ്രവ്യാഗ്രഹത്തിൻ നാശവഴി വിട്ടൊഴിഞ്ഞിടണം നാം നിത്യതയ്ക്കായി. നിഴലുപോൽ മാറും കാണുവതെല്ലാം, തീ കൊണ്ടുപോകും കാത്തതെല്ലാം.
നിത്യമാം ഭവനം ലോകമല്ല, ശാശ്വതവാസം ഭൂവിലല്ല. സ്വർഗീയ നാട് നേടിടാനായി ക്രൂശിലൻ മാർഗം മാത്രം ഏകമാർഗം. നിത്യമാം ഭവനം ലോകമല്ല, ശാശ്വതവാസം ഭൂവിലല്ല. സ്വർഗീയ നാട് നേടിടാനായി ക്രൂശിലൻ മാർഗം മാത്രം ഏകമാർഗം. ഇടറുപോൽ മാറും കാൺമതെല്ലാം തീ കൊണ്ടുപോകും കാത്തതെല്ലാം. ഭൂമിയിൽ പിന്നെ നല്ലതെന്ത്? നിത്യതയ്ക്കായി നാം എന്തു നേടി? ന്യായവിധിക്കായി നിന്നിടേണം, അന്നാളറിഞ്ഞിടും നാം എന്തു നേടി? ഈ ഭൂമിയിൽ പിന്നെ നല്ലതെന്ത്? നിത്യതയ്ക്കായി നാം എന്തു നേടി? ന്യായവിധിക്കായി നിന്നിടേണം, അന്നാളറിഞ്ഞിടും നാം എന്തു നേടി? നിഴലുപോൽ മാറും കാൺമതെല്ലാം തീ കൊണ്ടുപോകും കാത്തതെല്ലാം. രക്ഷകൻ എന്റെ സർവസ്വവും ജീവൻ നൽകി ജീവൻ നേടി. ആരുണ്ട് നമ്മെ വീണ്ടെടുപ്പാൻ? യേശുവിൻ നാമം മാത്രം ആ നാമമേ. എൻ രക്ഷകൻ എന്റെ സർവസ്വവും ജീവൻ നൽകി ജീവൻ നേടി. ആരുണ്ട് നമ്മെ വീണ്ടെടുപ്പാൻ? യേശുവിൻ നാമം മാത്രം ആ നാമമേ. ഇടറുപോൽ മാറും കാൺമതെല്ലാം തീ കൊണ്ടുപോകും കാത്തതെല്ലാം. ദ്രവ്യാഗ്രഹത്തിൻ നാശവഴി വിട്ടൊഴിഞ്ഞിടേണം നാം നിത്യതയ്ക്കായി. ഇടറുപോൽ മാറും കാൺമതെല്ലാം തീ കൊണ്ടുപോകും കാത്തതെല്ലാം. ദ്രവ്യാഗ്രഹത്തിൻ നാശവഴി വിട്ടൊഴിഞ്ഞിടേണം നാം നിത്യതയ്ക്കായി.